ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എനിക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, കൈകൊട്ടിക്കളി. അപ്പം അതിൻ്റെ ഒരു മിനി വ്ളോഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരുങ്ങുന്നതും നമ്മൾ ഫുഡ് കഴിക്കുന്നതൊക്കെ കാണും. പ്രോഗ്രാം കാണിക്കാൻ ചാൻസ് കുറവാണ്, കാരണം കോപ്പിറൈറ്റ് വീഴുമെന്ന് എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണത് കാണിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കുടുംബക്ഷേത്രത്തിലാണ് ഇന്ന് പ്രോഗ്രാം വന്നിരിക്കുന്നത്. അപ്പം ഇത് മറ്റന്നാൾ എനിക്ക് പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ വീഡിയോസിനൊക്കെ ചെറുതായിട്ടൊക്കെ എടുക്കാം, എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പം ഗൈസ്, നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഗൈസ്, ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വടക്കെട്ടാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ സ്റ്റൈൽ. വട വെച്ചിട്ട് കെട്ടുകയാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയും കൊണ്ട് വേണം കെട്ടിപ്പിക്കാൻ. അപ്പം ഒരുങ്ങനെയൊക്കെ വീഡിയോസ് കാണും കേട്ടോ. അപ്പോൾ ഞാനത് അമ്മയും കൊണ്ട് എടുക്കാൻ ശ്രമിപ്പിക്കാം. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമുക്ക് നേരെ പോയി ഫുഡ് കഴിക്കാൻ നോക്കാം. അപ്പോൾ കുറച്ച് സമയം എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. എടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാം ഗൈസ്. ഇതാണ് എൻ്റെ അനിയൻ. ഹായ് കൊടുക്ക്. എൻ്റെ അനിയൻ ഗൈസ്. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ആർക്കും സ്കൂളില്ലല്ലോ, അതുകൊണ്ടാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഓർണമെൻറ്റ്സ്. ഇതാണ് പൂ. ഈ രണ്ട് പൂവും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് വെക്കാനായിട്ട്, വടയായിട്ട്. പിന്നെ ഇതാണ് നമ്മൾ കിട്ടുന്ന വട. പിന്നെ ഇത് പിന്നെ ഇതാണ് നമ്മുടെ മാല കേട്ടോ. ഇതാണ് നമ്മുടെ മാല. പിന്നെ ഇതാണ് നമ്മുടെ, അപ്പം ഇതെല്ലാമാണ് ഗൈസ് വന്നിട്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിച്ചിട്ട് ഞാൻ തല മാത്രമേ ഞാൻ വാഷ് ചെയ്തിട്ടുള്ളൂ, മേല് കഴുകിയിട്ടില്ല. അപ്പോൾ മേലൊക്കെ കഴുകിയിട്ട് നമുക്ക് ഒരുങ്ങാൻ പോകുന്നത് തൊട്ടിങ്ങി എടുക്കാം. ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ കുളിക്കാനായിട്ട് പോവാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഒരുങ്ങണം, മേക്കപ്പ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ ഒന്ന് കെട്ടി സെറ്റാവണം. അപ്പോൾ ഞാനിപ്പം അമ്മയാണെങ്കിൽ എനിക്ക് ഉടുപ്പ് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കാണിച്ചത് ഗൈസ്. ഇതാണ് എൻ്റെ ബ്ലൗസ്. ഗൈസ്, അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് നമ്മുടെ കമ്മലും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ട്, വളയൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ടീമിൻ്റെ ഔട്ട്ഫിറ്റാണിത്. പിന്നെ പുതിയ ഡ്രസ്സ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്, അതിന് അടുത്ത പ്രോഗ്രാമോട്ടേ ഇടുള്ളൂ. അപ്പം ഇത് മാത്രമായിട്ട് തീർന്നില്ല. ഞങ്ങൾ ധാവണി പോലാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ റെഡ് ഷാൾ വരുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ അതിപ്പം ഉടുക്കുന്നില്ല. ഞങ്ങൾ സെറ്റിൻ്റെ നമ്മുടെ ഷോളില്ലേ, സെറ്റിൻ്റെ നേരിയത്, അത് നമ്മളിങ്ങനെ ധാവണി പോലെ ഇങ്ങനെ ഉടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് ഉടുക്കണം. അത് അമ്മയാണ് ഉടുത്തെനിക്ക് തരുന്നത്. പിന്നെ എനിക്ക് അപ്പുറത്ത് പോയിട്ട് വേണം, ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫസ്റ്റ് എനിക്ക് വടക്കെട്ടാ കെട്ടേണ്ടതെന്ന്. ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഹെയർ സ്റ്റൈൽ വടയാണ്. അപ്പം വടക്കെട്ട് കെട്ടണം. അപ്പം ഞാൻ മുടിയുടെ ചിരയൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ അവിടെ പോയിട്ട് മുടിയൊക്കെ കെട്ടിയതിന് ശേഷം ഞാൻ മുഖവും ഫേസും ഒരുങ്ങണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നേരിയത് നമുക്ക് ഉടുക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് കാണുന്നതായിരിക്കും. കമോൺ ഗൈസ്. അങ്ങനെ എൻ്റെ മുടി കെട്ടിക്കഴിഞ്ഞു. ഇതാണ് എൻ്റെ മുടിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നതാണ് ഞാൻ ഉദ്ദേശിച്ച വട. അപ്പം ഇനി ഞാൻ ഈ മുടി കെട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എൻ്റെ ഫേസ് ഞാൻ അങ്ങനെ റെഡിയാക്കണം, കാണിച്ചു ഗൈസ്. ഇനി ഞാൻ എൻ്റെ മുഖം ഒരുങ്ങാൻ പോവാണ്. അപ്പം ഇതാണ് എൻ്റെ മുടിയുടെ ഫൈനൽ ലുക്ക്. കൊള്ളാവോ താഴെ കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഞാൻ എൻ്റെ മുഖം ഒരുക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ഗൈസ്. നമുക്കപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഗൈസ്. വേറെ ഒന്നിൻ്റെ അല്ല, സിസ സൺസ്ക്രീനാണ് കേട്ടോ. ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ പർപ്പിളി അവൈലബിൾ ആണ്. ഇത് തേച്ച് കൊടുക്കാം. അങ്ങനെ സൺസ്ക്രീൻ എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്യാം. അങ്ങനെ ടാൽക്കം പൗഡർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഐസ്. ഇനി അടുത്ത് നമുക്ക് പൊട്ട് തൊടാം. ഞാനിവിടെ കല്ലിൻ്റെ പൊട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം ഗൈസ്. അങ്ങനെ ഞാൻ ഐലൈനർ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാജൽ അടിയിൽ
നോക്കാം, നമുക്ക് ലാസ്റ്റ് എഴുതാൻ നോക്കാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഗൈസ്. അന്ന് നമുക്ക് കണ്ണിൻ്റെ താഴെ നമുക്ക് കാജൽ എഴുതി കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ കാജൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഗൈസ് ലിപ്സ്റ്റിക്ക് ഇട്ടു, നമുക്ക് ചന്ദനം ഇട്ട് കൊടുക്കാം. ഫൈനലി ഗൈസ് നമ്മുടെ മോഹം ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരിയതും കൂടി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 7 മണിക്കാണ് അവിടെ പ്രോഗ്രാം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ചെന്നാൽ മതി കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പം ഇതാണ് ഔട്ട്ഫിറ്റിങ്, നമുക്കത് എടുക്കാം. അപ്പോൾ ഗൈസ് എൻ്റെ ഈ മുഖത്തെ ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. ഗൈസ് ഇതാണ് നമ്മുടെ നേരിയത് വന്നിട്ട്. അപ്പോൾ ഇത് ഉടുത്ത് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ? ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. കാണിച്ചു ഗൈസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ ധാവണി, ഞങ്ങൾ ഉടുക്കുന്ന ധാവണി ഇതാണ്. കണ്ടോ? എങ്ങനെയുണ്ടെന്ന് പറയണേ ഗൈസ്, എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാം. അതല്ലാതെ യൂട്യൂബിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നോക്കാൻ പറ്റുകയാണ് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ താഴെ കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പം ഞാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ചേട്ടനും അനിയനും റെഡി ആയിട്ടുണ്ട്. ഇനി അച്ഛനും അമ്മയും കൂടെ റെഡി ആയാൽ മതി. അച്ഛൻ കുളിക്കാനായി പോയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് നേരെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. എന്നിട്ട് പ്രോഗ്രാം അവിടുത്തെ കാണിച്ചു തരാം. അമ്മയും കൂടെ ഞാൻ വീഡിയോ എടുപ്പിക്കാൻ നോക്കാം കേട്ടോ. അപ്പം റെഡി ആയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. ഞാൻ എടുക്കുന്ന ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇനിയും കുറേയൊക്കെ വോയിസ് കവർ ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ എടുത്തതിന് ശേഷം ജസ്റ്റ് ഫിൽറ്ററൊക്കെ ചെയ്തിട്ടൊന്ന് ഇട്ടാണ്. അപ്പം ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ. അപ്പം ഈ സ്ഥലത്താണ് ഞങ്ങൾ കളിക്കുന്നത്. ഞങ്ങളുടെ ടീമിലെ കുറേ ആൾക്കാർക്ക് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും കുറച്ച് പേരുടെ വരാനുണ്ട്. അപ്പോൾ പ്രോഗ്രാമിന് കയറുന്നതിന് മുമ്പുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാനിപ്പോൾ നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ അമ്മയും കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതിനുശേഷം ഈ കോലം കാണുന്നതെന്ന് വെച്ചാൽ ഞാൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒരു ഫിൽറ്ററൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വിളിച്ച് ഞങ്ങൾ എടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ടീമിലെ കുറേ ആൾക്കാർ കേട്ടോ. അപ്പം ഇനിയും പ്രോഗ്രാമിൻ്റെ വീഡിയോസൊക്കെ കുറേ വരുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. നല്ല പ്രോഗ്രാമായിരുന്നു, ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു, പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. നമുക്ക് റോഡ് ടു 1K ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ ബൈ.